ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്നൊരു നല്ല മധുരപലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. അവൽ കൊണ്ടുണ്ടാക്കിയ ഒരു പലഹാരമാണ്. അവൽ മാത്രമല്ല, അവലും ശർക്കരയും തേങ്ങയും നിലക്കടലയും ചേർന്നുണ്ടാക്കിയ അവലുണ്ട. ഇത് വളരെ ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാനും പറ്റും. കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കയറി ഇറങ്ങിയൊക്കെ ഓരോന്ന് തിന്ന് അവർ തീർത്തുകൊള്ളും. നല്ല രുചികരമായിട്ടുള്ളൊരു പലഹാരമാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വീഡിയോ കണ്ടു നോക്കാം. ഒരു കപ്പ് നിലക്കടല എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം. നിലക്കടലയെല്ലാം മൂത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. നിലക്കടലയുടെ എല്ലാം തൊലിയെല്ലാം കളയണം. ഇത്രയും മൂക്കണം. മൂത്തില്ലെങ്കിൽ അതിനൊരു പച്ച ചുവ വരും. അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഒരുപാട് പൊടിഞ്ഞു പോകരുത്. ഒരു ചെറിയ തരിയോടുകൂടി വേണം നമുക്ക് പൊടിച്ചെടുക്കാൻ. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് നിലക്കടലയൊക്കെ കടന്നാലും കുഴപ്പമൊന്നുമില്ല. ഒന്ന് രണ്ട് പീസൊക്കെ ഒന്നായാലും മതി. ഒരെണ്ണം ഒരു 2 കപ്പ് അവലും എടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം. ഇനി ഏതവൽ വേണേലും നമുക്കെടുക്കാം. വെളുത്ത അവലോ കട്ടിയുള്ളതോ കട്ടി കുറഞ്ഞതോ ഏത് വേണേലും ഉപയോഗിക്കാം. ഇതുപോലെ നമ്മൾ ഒന്ന് പൊടിക്കുമ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടണം. കൈ കൊണ്ടൊന്ന് നമുക്ക് ഞെരടുമ്പോൾ ഇത്ര മതി. നമുക്കിനി അത് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഗ്യാസ് ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും. തീരെ കനം കുറഞ്ഞതല്ലേ. അവൽ നമ്മളൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ തരിയോട് കൂടി വേണം ഇത് പൊടിച്ചെടുക്കാനായിട്ട്. ഇനി മധുരത്തിനായിട്ട് 1 കപ്പ് ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. പൊടിച്ച ശർക്കരയാണ്. അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് നമുക്കിതൊന്ന് പാനിയാക്കിയെടുക്കാം. ശർക്കര നല്ലതുപോലെ പാനിയായിട്ടുണ്ട് എല്ലായിടത്ത്. നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഒരു 7 ഏലക്ക പൊടിച്ചതാണ്. നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ഏലക്ക ചേർക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം. നമുക്ക് ഒരു നൂൽ പരുവാകണ്ട. അതിൻ്റെ തൊട്ട് മുമ്പ് എന്നാൽ ചെറുതായിട്ട് നമ്മളിങ്ങനെ ഒരു നൂൽ പരുവം നോക്കുമ്പോഴത്തേനൊന്ന് ചെറുതായിട്ടൊന്ന് ഒട്ടണം. അല്ലെങ്കിൽ ഇതിന് നമ്മൾ ഉണ്ട പിടിച്ച് കഴിയുമ്പോഴത്തേന് അത് പൊടിഞ്ഞു പോകും. ഇതുപോലെ ചെറിയ ഇതായിട്ട് വരണം. കുറച്ച് വെള്ളമൊന്ന് പറ്റണം. ഇതാ നോക്കി, ഇത് കണ്ടോ, ഒരു നൂൽ പരുവാകുമോ ഇല്ല, എന്നാൽ ചെറുതേ രീതിയിൽ ഇങ്ങനെ ഒരു ഒട്ടൽ വരും. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് കൂടി ഇട്ട് കൊടുക്കാം. ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇല്ലെങ്കിൽ നമ്മൾ തേങ്ങ ചിരകിയത് 1 കപ്പ് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ വെള്ളം ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. അതിൻ്റെ വെള്ളം വറ്റിച്ചതിന് ശേഷം ഇതിലേക്ക് ഇട്ടാലും മതി. അങ്ങനെ ആകുമ്പോൾ 3-4 ദിവസം ഇരിക്കും ഇത് കേടുകൂടാതെ. ഇനി അതിലേക്ക് നമുക്ക് ആ നിലക്കടല പൊടിച്ചത് കൂടി ചേർക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. അവൽ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. അരിയിലിരിക്കുന്ന എല്ലാം ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. തീ കൂട്ടി വെക്കരുത്.
ലോ ഫ്ലെയിമിൽ തന്നെ വേണം. നന്നായി മിക്സ് ആയി കഴിഞ്ഞെന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒരു 1/2 ടീസ്പൂൺ ചുക്ക് പൊടിയും കൂടി ചേർക്കാം. ഇനി ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർക്കാം. ഞാൻ നെയ്യ് ചേർക്കുന്നില്ല. ചെറുതായിട്ടൊന്ന് ആറുമ്പളത്തിന് നമുക്കിതുപോലെ ബോളാക്കി ഉരുട്ടിയെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ. വൈകുന്നേരങ്ങളിലും അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ കുട്ടികൾക്കൊക്കെ ഒന്ന് കയറി ഇറങ്ങി തിന്നാനൊക്കെ നല്ലതാണ്. കാരണം ഇതിൻ്റെ അകത്ത് അവലും പീനട്ടും ഒക്കെയാണല്ലോ ഉള്ളത്. പിന്നെ കുട്ടികൾക്ക് കൊടുക്കാനാകുമ്പോഴത്തേന് കുറച്ച് നെയ്യും കൂടെ ചേർക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പം അങ്ങനെ നമ്മൾ എല്ലാം ബോൾസാക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.